സ്റ്റുഡൻസ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നതിനായിട്ട് ഉദ്ദേശിക്കുന്നത് ക്യാപിറ്റൽ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് പ്രിൻസിപ്പിൾ എന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് തിയറിയെ പറ്റിയിട്ടാണ്. സോ ദ ക്യാപിറ്റൽ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് പ്രിൻസിപ്പിൾ വാസ് ഡെവലപ്ഡ് ബൈ പ്രൊഫസർ നെർലോവിൻ്റെ തിയറിയാണ് ക്യാപിറ്റൽ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് പ്രിൻസിപ്പിൾ. ആൻഡ് നൗ the theory states that how the firm will adjust its capital stock depending upon the changes in its demand. അപ്പോൾ ഒരു ഫേം അതിൻ്റെ ക്യാപിറ്റൽ സ്റ്റോക്കിൽ the firm will always decided to keep a required amount of capital stock, and how its capital stock adjusts in different periods of time, and what are the factors which affect the firm's decision to change the capital stock. ഈ വക കാര്യങ്ങളാണ് ഈ ക്യാപിറ്റൽ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്നുള്ള ഈ മോഡലിൽ നെർലോവ് പറയുന്നത്. അപ്പോൾ അതിനെ ആദ്യമായിട്ട് നമുക്ക് കാണേണ്ടത് ക്യാപിറ്റൽ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റിനെ രണ്ട് പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളെ പറ്റിയിട്ട് ഈ നെർലോവ് ആദ്യം തന്നെ പറയുന്നുണ്ട്. വി ആർ ഓൾറെഡി ഫെമിലിയർ വിത്ത് ദാറ്റ് സം കോൺസെപ്റ്റ്സ്. അതിലെ ആദ്യത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് റെൻ്റൽ പ്രൈസ് ഓഫ് ക്യാപിറ്റൽ. റെൻ്റൽ പ്രൈസ് ഓഫ് ക്യാപിറ്റൽ എന്നാണ്. റെൻ്റൽ പ്രൈസ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ അസ്യൂം ചെയ്യുന്നത് യൂഷ്വലി എല്ലാ ഒരു ഫേം എംപ്ലോയ് ചെയ്യുന്നത് അതിൻ്റെ തന്നെ സ്വന്തം ക്യാപിറ്റൽ ആണെങ്കിലും, പക്ഷേ ഈ നെർലോവിൻ്റെ തിയറി പ്രകാരം അതിനൊരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൂടിയുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരു ഫേം അതിൻ്റെ സ്വന്തം മെഷീനറി അത് എംപ്ലോയ് ചെയ്യുന്നതിന് പകരം അത് വേറൊരു സ്ഥലത്തേക്ക് വാടകയ്ക്ക് റെൻറ്റിന് കൊടുക്കുകയാണെങ്കിൽ അതിന് ഒരു റെൻറ്റ് കിട്ടും, മന്ത്ലി ഒരു റെൻറ്റ് കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടുന്ന അതിൻ്റെ ഒരു ഇൻകത്തിനെ അല്ലെങ്കിൽ ഒരു റവന്യൂവിനെയാണ് നമ്മൾ റെൻ്റൽ പ്രൈസ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് അതിനെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് യൂസിങ് ക്യാപിറ്റൽ എന്ന് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വന്തം ക്യാപിറ്റലാണ് യൂസ് ചെയ്യുന്നതെങ്കിലും അതിന് എല്ലാ ക്യാപിറ്റൽ അസറ്റ്സിനും ഒരു റെൻ്റൽ പ്രൈസ് ഉണ്ട്. റെൻ്റൽ പ്രൈസ് മീൻസ് ദ എമൗണ്ട് ഓഫ് ഇൻകം റിസീവ്ഡ് ബൈ എ ഫേം ബൈ റെൻറ്റിങ് ഇറ്റ്സ് ക്യാപിറ്റൽ അസറ്റ്സ് ടു അതർ ഫേംസ്. മറ്റ് ഫേംസിനോ മറ്റുള്ളവർക്കോ ക്യാപിറ്റൽ റെൻറ്റിന് അല്ലെങ്കിൽ ലീസിന് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിനെയാണ് റെൻ്റൽ പ്രൈസ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ സ്വന്തം ക്യാപിറ്റൽ ആണെങ്കിലും അതിന് തിയറി പ്രകാരം ഒരു റെൻ്റൽ പ്രൈസ് ഉണ്ട്. അപ്പോൾ റെൻ്റൽ പ്രൈസ് എന്ന് പറയുന്നത് ഫേമുകളുടെ ഒരു റവന്യൂ ആണ്. പക്ഷേ റെൻ്റൽ പ്രൈസ് ഓഫ് ക്യാപിറ്റൽ ഇസ് ദ എമൗണ്ട് ഓഫ് മണി റിസീവ്ഡ് ബൈ എ ഫേം ബൈ റെൻറ്റിങ് its capital assets to other firms for a period of time. ഇതിനെയാണ് നമ്മൾ റെൻ്റൽ പ്രൈസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമതായിട്ട് അപ്പോൾ റെൻ്റൽ പ്രൈസ് പ്രധാനമായിട്ടും അത് ഈ ഒരു ഫേമിൻ്റെ പല ഇതിനെയും സ്വാധീനിക്കുന്നു. അപ്പോൾ റെൻ്റൽ പ്രൈസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് പ്രധാനമായിട്ട് നോക്കാം. റെൻ്റൽ പ്രൈസ് പ്രധാനമായിട്ടും 3 കാര്യങ്ങളെ ആശ്രയിച്ചിട്ടാണ് റെൻ്റൽ പ്രൈസ് പ്രധാനമായിട്ടും നിൽക്കുന്നത്. അതിലെ ഒന്നാമത്തേതെന്ന് പറയുന്നത് ഈ ക്യാപിറ്റലിൻ്റെ സ്റ്റോക്ക്, ദ സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ. ലോവർ ദ സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ, അതായത് ക്യാപിറ്റലിൻ്റെ സ്റ്റോക്ക് കുറവാണെങ്കിൽ, ടോട്ടൽ ക്യാപിറ്റൽ സ്റ്റോക്ക് ഓഫ് ദി ഇക്കോണമി കുറവാണെങ്കിൽ എന്താണ്? റെൻ്റൽ പ്രൈസ് കൂടുതലായിരിക്കും അല്ലേ? സാധാരണ ഒരു സാധനത്തിൻ്റെ സ്റ്റോക്ക് കുറയുമ്പോൾ അതിൻ്റെ പ്രൈസും കൂടുതലായിരിക്കും. റെൻ്റൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ ക്യാപിറ്റലിൻ്റെ പ്രൈസാണ്, ക്യാപിറ്റലിൻ്റെ റെൻ്റ് അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസാണ്. അപ്പോൾ ലോവർ ദ സ്റ്റോക്ക് ഓഫ് ടോട്ടൽ ക്യാപിറ്റൽ സ്റ്റോക്ക്, ഹയർ വിൽ ബി ദ റെൻ്റൽ പ്രൈസ്. ക്യാപിറ്റലിൻ്റെ സ്റ്റോക്ക് കുറവാണെങ്കിൽ അതിൻ്റെ റെൻ്റൽ പ്രൈസ് കൂടുതലായിരിക്കും. രണ്ടാമത് റെൻ്റൽ പ്രൈസിനെ അഫക്റ്റ് ചെയ്യുന്ന ഘടകം എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലേബർ റേഷ്യോ ആണ്. ലേബർ ക്യാപിറ്റൽ റേഷ്യോ. ഇപ്പോൾ കൂടുതൽ ലേബറിനെ എംപ്ലോയ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ലേബർ ക്യാപിറ്റൽ റേഷ്യോ കൂടുതലാണെങ്കിൽ അതെന്താണ്? അത് കൂടുതൽ ലേബർ ആണെങ്കിൽ കൂടുതൽ ക്യാപിറ്റലും വേണ്ടി വരും. ഇപ്പോൾ നോർമലി കൂടുതൽ ക്യാപിറ്റൽ ലീസിന് എടുക്കേണ്ടി വരും, അതിൻ്റെ റെൻ്റൽ പ്രൈസും കൂടിയിരിക്കും. സോ ദ ലേബർ ക്യാപിറ്റൽ റേഷ്യോ ഈസ് ഹയർ, the rental price also will be higher. മൂന്നാമതായിട്ട് ടെക്നോളജി. ബെറ്റർ ടെക്നോളജി that will increase the productivity of capital and that will increase the rental price also. അപ്പോൾ റെൻ്റൽ പ്രൈസിനെ സ്വാധീനിക്കുന്ന 3 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ആദ്യത്തേത് ദ സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ ഒരു ഇക്കോണമിയിൽ കുറഞ്ഞിരിക്കുമ്പോഴാണ് റെൻ്റൽ പ്രൈസ് കൂടിയിരിക്കുന്നത്. ലോവർ ദ സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ, ഹയർ വിൽ ബി ദ റെൻ്റൽ പ്രൈസ്. രണ്ടാമത് നമ്മൾ പറയുന്നത് എന്താണ്? ലേബർ ക്യാപിറ്റൽ റേഷ്യോ. ലേബർ ക്യാപിറ്റൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ ദി എമൗണ്ട് ഓഫ് ലേബർ റിക്വയർഡ് എംപ്ലോയ് ബൈ എ ഫേം. അപ്പോൾ കൂടുതൽ ലേബറിനെ എംപ്ലോയ് ചെയ്യുന്നതോറും റെൻ്റൽ പ്രൈസ് കൂടിയിരിക്കും. അത് പോസിറ്റീവ് റിലേഷനാണ്. മൂന്നാമതായിട്ട് പറഞ്ഞത് ടെക്നോളജിയാണ്. ഹയർ വിൽ ബി ദ ലെവൽ ഓഫ് ടെക്നോളജി, ദ റെൻ്റൽ പ്രൈസ് വിൽ ബി ഹയർ. അപ്പോൾ റെൻ്റൽ പ്രൈസിന് നമ്മൾ ഇനി ബോഡി ശ്രദ്ധിക്കുക. റെൻ്റൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്നത് R/P എന്നാണ്. റെൻ്റൽ പ്രൈസ് ഇസ് ഈക്വൽ ടു ആൽഫ എ എന്ന് പറയുന്നത് ലെവൽ ഓഫ് ടെക്നോളജിയാണ്. ആൽഫ എന്ന് പറയുന്ന ലെറ്റർ ക്യാപിറ്റൽ സ്റ്റോക്കിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. എ വിൽ ബി ദ ലെവൽ ഓഫ് ടെക്നോളജി ആൻഡ് L/K ഈസ് ദ ലേബർ ക്യാപിറ്റൽ റേഷ്യോ. L/K ലേബർ ക്യാപിറ്റൽ റേഷ്യോ.
1 മൈനസ് ആൽഫ. 1 മൈനസ് ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ സ്റ്റോക്കിൽ വരുന്ന അതിൻ്റെ കുറവ്, ക്യാപിറ്റലിൻ്റെ അതിൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ സ്റ്റോക്ക് അതിൽ നിന്ന് അത് യൂസ് ചെയ്യുന്ന അതിൻ്റെ റേറ്റാണ് 1 മൈനസ് ആൽഫ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതാണ് റെൻ്റൽ പ്രൈസ് ഓഫ്. സോ റെൻ്റൽ പ്രൈസ് ഓഫ് ക്യാപിറ്റൽ ഡിപ്പെൻഡ് അപ്പോൺ, ഐ ഓൾറെഡി സെഡ് 3 ഫാക്ടേഴ്സ്. ഫസ്റ്റ് വൺ, സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ ദാറ്റ് ഈസ് ഷോൺ ബൈ ആൽഫ, ദെൻ ലെവൽ ഓഫ് ടെക്നോളജി ആൻഡ് ക്യാപിറ്റൽ ലേബർ റേഷ്യോ, ലേബർ ക്യാപിറ്റൽ റേഷ്യോ L/K. ഇതാണ് ഈ റെൻ്റൽ പ്രൈസിനെ സ്വാധീനിക്കുന്നത്. അപ്പോൾ റെൻ്റൽ പ്രൈസ് എന്ന് പറയുന്നത് ഈ ഒരു ഫേം അതിൻ്റെ റെൻ്റൽ പ്രൈസ് എപ്പോഴും അതിൻ്റെ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റലിന് തുല്യമാക്കാനാണ് നോക്കുന്നത്. മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ MPK, ദാറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ദ ഔട്ട്പുട്ട് വിച്ച് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ എംപ്ലോയിങ് 1 more യൂണിറ്റ് ഓഫ് ക്യാപിറ്റൽ. അതായത് നിങ്ങൾ ഒരു യൂണിറ്റ് ഓഫ് ക്യാപിറ്റൽ, ഒരു എക്സ്ട്രാ യൂണിറ്റ് ഓഫ് ക്യാപിറ്റൽ എംപ്ലോയ് ചെയ്യുന്നത് മൂലം ഔട്ട്പുട്ടിൽ വരുന്ന വർധനവിനെയാണ് നമ്മൾ പറയുന്നത് marginal product of capital. So the marginal product of capital is the addition to the total output by employing 1 more extra unit of capital asset. ഒരു എക്സ്ട്രാ യൂണിറ്റ് ഓഫ് ക്യാപിറ്റൽ അസറ്റ് കൂടി എംപ്ലോയ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ടിൽ വരുന്ന വർധനവിനെയാണ് MPK എന്ന് പറയുന്നത്. അതായത് ഓരോ ക്യാപിറ്റലിനെ ഇങ്ങനെ എംപ്ലോയ് ചെയ്യുന്നതോടും ഔട്ട്പുട്ട് അതിൽ വരുന്ന ആ ഇൻക്രീസ്, അതിനെയാണ് നമ്മൾ MPK എന്ന് പറയുന്നത്. അപ്പോൾ ഈ റെൻ്റൽ പ്രൈസ് MPKയുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നതിനാണ് ഓരോ ഫേമും എപ്പോഴും നോക്കുന്നത്. റെൻ്റൽ പ്രൈസ് വിൽ ബി ഈക്വൽ ടു ദ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ. മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റലുമായിട്ട് റെൻ്റൽ പ്രൈസ്, കാരണം റെൻ്റൽ പ്രൈസ് എന്ന് പറയുന്നത് അതിൻ്റെ ആ പ്രൈസും ഇത് ക്യാപിറ്റലിൻ്റെ ഔട്ട്പുട്ടിലേക്കുള്ള കോൺട്രിബ്യൂഷനാണ്. അതായത് നമ്മളെന്ന് പറഞ്ഞാൽ ഓരോ യൂണിറ്റ് ക്യാപിറ്റൽ എംപ്ലോയ് ചെയ്യുമ്പോഴും ഔട്ട്പുട്ടിൻ്റെ വരുന്ന വർധനവ്. അപ്പോൾ ഈ റെൻ്റൽ പ്രൈസും ഇത് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുന്നതിനാണ് ഓരോ ഫേമും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി അടുത്ത ഒരു കോൺസെപ്റ്റ് കൂടി നിങ്ങൾ അതിനകത്ത് അറിയേണ്ടതുണ്ട്. യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഒരു ക്യാപിറ്റലിൻ്റെ യൂസർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ, യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് എംപ്ലോയിങ് 1 യൂണിറ്റ് ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഫോർ എ ഗിവൻ പീരീഡ് ഓഫ് ടൈം. Cost of employing or using 1 unit of capital asset for a given period of time. ക്യാപിറ്റൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി വരുന്ന കോസ്റ്റാണ്. അപ്പോൾ നമ്മളൊരു മെഷീനറി ഇപ്പോൾ റെൻറ്റിനെടുത്തോ ഇതിനോട് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നതിന് വരുന്ന അതിൻ്റെ കോസ്റ്റിനെയാണ് നമ്മൾ യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, യൂസിങ് എ ക്യാപിറ്റൽ അസറ്റ് ഫോർ എ ഗിവൻ പീരീഡ് ഓഫ് ടൈം. അതിനെയാണ് നമ്മൾ യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പ്രധാനമായിട്ടും അതും നമ്മളിപ്പോൾ ഇതിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പ്രധാനമായിട്ടും 4 ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് നിൽക്കുന്നത്. ഒന്ന്, ആ ക്യാപിറ്റലിൻ്റെ പ്രൈസ്. നമ്മൾ നേരത്തെ പറഞ്ഞ റെൻ്റൽ പ്രൈസ്, ക്യാപിറ്റലിൻ്റെ വില, ക്യാപിറ്റൽ അസറ്റ്സിൻ്റെ വില. 2 എന്നത് ഔട്ട്പുട്ടിൻ്റെ പ്രൈസ്. സോ അതിന് നമ്മൾ റേഷ്യോ ഓഫ് ദി പ്രൈസ് ഓഫ് ക്യാപിറ്റൽ ടു ദ പ്രൈസ് ഓഫ് പ്രോഡക്റ്റ് എന്നാണ്. അപ്പോൾ ഒന്ന് ക്യാപിറ്റലിൻ്റെ പ്രൈസ്, അതായത് PK എന്ന് പറയും. രണ്ടാമത് ഔട്ട്പുട്ട് പ്രൈസ്, അതായത് P. മൂന്നാമത് വളരെ പ്രധാനപ്പെട്ട ഫാക്ടർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. നാലാമത് ദ ഡിപ്രീസിയേഷൻ റേറ്റ്. അപ്പോൾ ഈ 4 ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നിൽക്കുന്നത്. അപ്പോൾ യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഉപയോഗിക്കേണ്ടി വരുന്ന കോസ്റ്റാണ്. ഇനി നമുക്കത് എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ് ഇവിടെ താഴെ എഴുതിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു PK എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റലിൻ്റെ പ്രൈസ്. PK ഈസ് ദ പ്രൈസ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് P ഈസ് ദ ഔട്ട്പുട്ട് പ്രൈസ്. അതിൻ്റെ റേഷ്യോ ആണ്. PK ഡിവൈഡഡ് ബൈ P ആണ് നമ്മൾ എടുക്കുന്നത്. റേഷ്യോ ഓഫ് ക്യാപിറ്റൽ പ്രൈസ് ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട് പ്രൈസ് ഇൻറ്റു R എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ലാംഡ സൂചിപ്പിക്കുന്നത് ഡിപ്രീസിയേഷൻ റേറ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. ഡിപ്രീസിയേഷൻ റേറ്റ് ഓഫ് ക്യാപിറ്റലാണ് സൂചിപ്പിക്കുന്നത്. ഇതാണ് യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫേമിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ റെൻ്റൽ പ്രൈസും യൂസർ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഒരു ഫേമിൻ്റെ ആക്ച്വൽ അതിൻ്റെ പ്രോഫിറ്റായിട്ട് നമ്മളിവിടെ ഈ തിയറിയിൽ കണക്കാക്കുന്നത്. അപ്പോൾ റെൻ്റൽ പ്രൈസ് മൈനസ്, അതാണ് നമ്മൾ താഴെ എഴുതിയിരിക്കുന്നത്, R/P മൈനസ് R/P നമ്മളിവിടെ എഴുതി. R/P മൈനസ് ഈ എഴുതിയ നമ്മൾ യൂസർ കോസ്റ്റിൻ്റെ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആ റെൻ്റൽ പ്രൈസിനെ നിന്ന് യൂസർ കോസ്റ്റ് കുറയ്ക്കുക. ഇത് നമ്മൾ അടുത്ത ഇക്വേഷനിൽ എന്താ ചെയ്തിരിക്കുന്നത്? ഈ റെൻ്റൽ പ്രൈസ് എന്തുമായിട്ട് ഇക്വേറ്റ് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്? എന്തുമായിട്ട് തുല്യമാക്കാനാണ് അവർ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞ് മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റലുമായിട്ടാണ്. അപ്പോൾ നമ്മൾ റെൻ്റൽ പ്രൈസിന് പകരം ഇവിടെ എഴുതി മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ എഴുതി. സോ MPK മൈനസ് ദിസ് യൂസർ കോസ്റ്റ്. ഇതാണ് ഓരോ ഫേമും ശ്രമിക്കുന്നത്. അതായത് ഫേമിൻ്റെ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ, അതായത് മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റലും റെൻ്റൽ പ്രൈസും തുല്യമാണ് നോക്കുന്നു. ആ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ അതിൻ്റെ യൂസർ കോസ്റ്റുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നതിനായിട്ടാണ്, അല്ലെങ്കിൽ അത് തമ്മിലുള്ള ഡിഫറൻസാണ് ഒരു ഫേമിൻ്റെ പ്രോഫിറ്റിനെ തീരുമാനിക്കുന്നത്. ഇനി നമുക്കറിയാം ഈ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ഇപ്പോൾ
ഇപ്പോൾ MPK കൂടിയിരിക്കുകയാണെങ്കിൽ, അതായത് മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടിയിരിക്കുകയാണെങ്കിൽ എന്താണ് ഇത് ചെയ്യുന്നത്? ഫേം കൂടുതൽ ക്യാപിറ്റൽ ഉപയോഗിക്കും. The firm will increase its capital stock. There will be more investment. കൂടുതൽ ക്യാപിറ്റലിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. അത് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ഫേം അതിന് നടത്തും ഈ MPK കൂടിയിരിക്കുകയാണെങ്കിൽ. അതേസമയം MPK കുറഞ്ഞിരിക്കുകയാണെങ്കിൽ, മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈ പറഞ്ഞ യൂസർ കോസ്റ്റിനേക്കാൾ കുറഞ്ഞിരിക്കുകയാണെങ്കിൽ എന്താണ്? ഫേം അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നിർത്തും. ഫേം അത് ഇൻവെസ്റ്റ്മെൻറ്റ് വിൽ ഷട്ട് ഡൗൺ. ഇൻവെസ്റ്റ്മെൻറ്റ് ഇത് ചെയ്യും. അത് രണ്ടും തുല്യമാകുന്ന പോയിൻ്റാണ് ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ദ ഫേം വിൽ സ്റ്റോപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ് അറ്റ് ദ പോയിന്റ് വെയർ MPK ഈക്വൽസ് യൂസർ കോസ്റ്റ്. ഇത് തമ്മിൽ തുല്യമാകുന്ന, അപ്പോൾ ആ ഡിഫറൻസ് ആണ് ഫേമിൻ്റെ പ്രോഫിറ്റ്. അപ്പോൾ ഇത് പോസിറ്റീവ് ആയിരിക്കുന്നിടത്തോളം കാലം ഫേം ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. MPKയും ഈ യൂസർ കോസ്റ്റും തുല്യമാകുന്ന അവസരത്തിൽ ഫേം അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യും. ഇതാണ് നെർലോവിൻ്റെ തിയറി പറയുന്നത്. ഇനി നമുക്ക് ഫേമിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫംഗ്ഷൻ എങ്ങനെയാണ് എഴുതുന്നത് കൂടെ നമുക്ക് അതിൻ്റെ കാണാം. ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് എ ഏറ്റവും താഴെ എഴുതിയിരിക്കുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് MPK മൈനസ് നമ്മളിപ്പോൾ MPK മൈനസ് നമ്മളിപ്പോൾ ഇവിടെ എഴുതിയ യൂസർ കോസ്റ്റ് ആണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഇത് വലിയ ബ്രാക്കറ്റാണ്. MPK മൈനസ് ഇത് നമ്മൾ യൂസർ കോസ്റ്റിൻ്റെ ഇക്വേഷനാണ് എഴുതിയിരിക്കുന്നത്, പ്ലസ് ലാംഡ കെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ലാംഡ എന്ന് പറഞ്ഞാൽ ഡിപ്രീസിയേഷനാണ്. ലാംഡ കെ എന്ന് പറഞ്ഞാൽ ഡിപ്രീഷിയേറ്റ് ചെയ്ത ക്യാപിറ്റലിൻ്റെ പകരമായിട്ട് നടക്കുന്ന റീപ്ലേസ്മെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് നമ്മൾ ലാംഡ കെ എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ ഇത് നമ്മൾ MPK മൈനസ് ഇത് യൂസർ കോസ്റ്റ് ഇടുമ്പോൾ ഫേമിൻ്റെ ഇത് കിട്ടും. അപ്പോൾ അത് ഫേമിൻ്റെ അതോടൊപ്പം തന്നെ അതിൻ്റെ റീപ്ലേസ്മെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ആ റീപ്ലേസ്മെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തിനു തുല്യമാണ്? ഡിപ്രീസിയേഷൻ റേറ്റിന് തുല്യമാണ്. അതുകൂടെ അതിനോട് ആഡ് ചെയ്യുമ്പോഴാണ് അതാണ് ഫേമിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഫേമിൻ്റെ ടോട്ടൽ ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? അതിൻ്റെ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും പാർട്ട്, പ്ലസ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഓൺ ഡിപ്രീഷിയേറ്റഡ് ക്യാപിറ്റൽ. ആ ക്യാപിറ്റൽ ഓരോ വർഷവും ഡിപ്രീഷിയേറ്റ് ചെയ്യുന്ന ക്യാപിറ്റലിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇതാണ് ഫേമിൻ്റെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഡിഫറൻസിനെ ആശ്രയിച്ചിരിക്കുന്നു. MPKയും ഇതും യൂസർ കോസ്റ്റ് നമ്മുടെ ഡിഫറൻസിനെ ആശ്രയിച്ചിട്ടാണ് ഫേമിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആദ്യത്തെ പാർട്ടായ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നിൽക്കുന്നത്. ഫേമിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ രണ്ടാമത്തെ പാർട്ടായ റീപ്ലേസ്മെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നിൽക്കുന്നത് ഇതിൻ്റെ ഡിപ്രീസിയേഷനെ ആശ്രയിച്ചാണ്. സോ ദ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ദ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇത്രയും ഭാഗം നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആണ്, പ്ലസ് ദിസ് ഈസ് ദ ഡിപ്രീഷിയേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ റീപ്ലേസ്മെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതാണ് ഒരു ഫേമിൻ്റെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ അതിനകത്ത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളത് പറഞ്ഞു, അതിനകത്ത് പല കാര്യങ്ങളെയും ആശ്രയിച്ച് നിൽക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇക്കോണമിയിൽ കൂടുതലാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുതലാണെങ്കിൽ നോർമലി എന്തായിരിക്കും? ഇതിൻ്റെ യൂസർ കോസ്റ്റ് വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയും, നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനെയുള്ള അവസരങ്ങളിൽ കുറയും. സോ അത് തമ്മിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള പോലെ തന്നെ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. ദ റൈസ് ഇൻ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വിൽ ഇൻക്രീസ് ദ യൂസർ കോസ്റ്റ് ആൻഡ് ദെയർ ബൈ റെഡ്യൂസ് ദ ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ പറഞ്ഞു മാർജിനൽ പ്രോഡക്റ്റിൻ്റെ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ്. അത് തുല്യമാകുന്ന അവസരം വരെയാണ് MPK യൂസർ കോസ്റ്റുമായിട്ട് തുല്യമാകുന്ന അവസരം വരെയാണ് ഒരു ഫേമിൻ്റെ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫേം അതിൻ്റെ ക്യാപിറ്റൽ സ്റ്റോക്കിന് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. പ്രധാനമായിട്ടും അതിൻ്റെ ഡിപ്രീസിയേഷനും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനും അതുപോലെ തന്നെ MPKയ്ക്കും അനുസരിച്ചിട്ട് അത് ഫേം അതിൻ്റെ ക്യാപിറ്റൽ സ്റ്റോക്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്നതാണ് നമുക്കിവിടെ കാണുന്നത്. ഫേം വിൽ അഡ്ജസ്റ്റ് ഇറ്റ്സ് ക്യാപിറ്റൽ സ്റ്റോക്ക് ഓൺ ദ ബേസിസ് ഓഫ് വാട്ട്? MPK. ആ MPK അപ്രോച്ച് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പം അങ്ങനെ അപ്പോൾ ഇത് ഓരോ ഫേമും അതിൻ്റെ ഈ ക്യാപിറ്റൽ സ്റ്റോക്ക് MPKയും തമ്മിലുള്ള ഡിഫറൻസ് അനുസരിച്ചിട്ട് അതിൻ്റെ ക്യാപിറ്റൽ സ്റ്റോക്ക് കൂട്ടുമോ കുറയ്ക്കുമോ എന്നുള്ളത് തീരുമാനിക്കും. ഇപ്പോൾ MPK കൂടിയിരുന്നാൽ ക്യാപിറ്റൽ സ്റ്റോക്ക് കൂട്ടും, MPK കുറഞ്ഞിരുന്നാൽ ക്യാപിറ്റൽ സ്റ്റോക്ക് കുറയ്ക്കും. അതുപോലെ തന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടിയിരുന്നാൽ ക്യാപിറ്റൽ സ്റ്റോക്ക് കുറയ്ക്കും, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറഞ്ഞിരുന്നാൽ ക്യാപിറ്റൽ സ്റ്റോക്ക് കൂട്ടും. അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ റേറ്റ്. അപ്പോൾ ഇത് അതിനനുസരിച്ചിട്ടാണ് ഫേമുകൾ അതിൻ്റെ ക്യാപിറ്റൽ സ്റ്റോക്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. ഇതിനെയാണ് നമ്മൾ നെർലോവ് വിശേഷിപ്പിച്ചത് ക്യാപിറ്റൽ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ അങ്ങനെ ഫേം അതിൻ്റെ ക്യാപിറ്റൽ സ്റ്റോക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ആ ക്യാപിറ്റൽ സ്റ്റോക്കും
ഇതുമായിട്ട് റെൻ്റൽ പ്രൈസുമായിട്ട് തുല്യമാകുന്ന ആ ഒരു ലെവലിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. R/P=MBK എന്ന് പറയുന്ന ലെവലിലേക്ക്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇത് തുല്യമാകുന്ന പോയിന്റിൽ ദ ഫേം വിൽ സ്റ്റോപ്പ് ഇസ് അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോസസ്സ്. അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോസസ്സ് ഇക്വിലിബ്രിയത്തിലാകുന്നത് ഇത് തുല്യമാകുന്ന പ്രോസസ്സിലാണ്. അപ്പോൾ അത് എന്ത് വേരിയേഷൻ ഉണ്ടായാലും അത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. സപ്പോസ് ഇപ്പോൾ MBK കൂടിയിരുന്ന് കഴിഞ്ഞാൽ ഫേം കൂടുതൽ അതിനകത്തായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഈ റെൻ്റൽ പ്രൈസ് കുറഞ്ഞു വരും. നമ്മൾ പറഞ്ഞു ഈ ക്യാപിറ്റൽ സ്റ്റോക്കും റെൻ്റൽ പ്രൈസുമായിട്ട് റിലേഷൻഷിപ്പ് എന്താണ്, ലോവർ ദ ക്യാപിറ്റൽ സ്റ്റോക്ക് ഹയർ വിൽ ബി ദ റെൻ്റൽ പ്രൈസ്. അപ്പോൾ ഫേം ആദ്യത്തെ അവസരത്തിൽ MBK ആണ് കൂടിയിരിക്കുന്നതെങ്കിൽ എന്താ ഞാൻ പറഞ്ഞത് എന്താണ്, ഫേം കൂടുതൽ അതിനകത്തായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നതോറും എന്ത് പറ്റും, ക്യാപിറ്റൽ സ്റ്റോക്കിൻ്റെ അളവ് കൂടും, റെൻ്റൽ പ്രൈസ് കുറയും. അപ്പോൾ ഓരോ അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതോറും റെൻ്റൽ പ്രൈസ് ഇങ്ങനെ ക്യാപിറ്റൽ സ്റ്റോക്ക് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റെൻ്റൽ പ്രൈസ് അതുപോലെ തന്നെ കുറഞ്ഞുകൊണ്ടും ഇരിക്കുകയാണ്. അപ്പോൾ ആ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോസസ്സ് അങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ തിരിച്ച് ഇപ്പോൾ ഇതാണ് MBK കുറവാണെങ്കിൽ ഫേം അതിൻ്റെ എന്താണ് റെൻ്റൽ പ്രൈസ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഫേം ഓരോ അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതോറും എന്താ സംഭവിക്കണേ, MBK കൂടുകയും റെൻ്റൽ പ്രൈസ് കുറയുകയും ചെയ്യുന്നു. അപ്പോൾ ഈ പ്രോസസ്സാണ് ക്യാപിറ്റൽ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത്. ഫൈനലി അത് രണ്ടും തമ്മിൽ തുല്യമാകുന്നു. MBKയും ഇപ്പോൾ ഓരോ അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റിനും ഈ MBK കൂടുകയും അതുപോലെ തന്നെ R/P റെൻ്റൽ പ്രൈസ് കുറയുകയും ആണ് ചെയ്യുന്നത്. ഫൈനലി അത് രണ്ടും തമ്മിൽ തുല്യമാകുന്ന പോയിന്റിൽ ഫേം അതിൻ്റെ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൽ അച്ചീവ് ചെയ്യുന്നു. ഇനി അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് എത്ര മാത്രമാണ് അതിൻ്റെ ഇപ്പോൾ സ്പീഡ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ്, അതിനെപ്പറ്റി നെർലവ് പറയുന്നുണ്ട്. ഈ സ്പീഡ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾ ആശ്രയിച്ചിട്ടാണ് നിൽക്കുന്നത്. ഒന്ന്, ഫേമിന് എത്ര പെട്ടെന്ന് ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റും. ഒരു പുതിയ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡീഷണൽ ക്യാപിറ്റൽ സ്റ്റോക്കിന് അത് എംപ്ലോയ് ചെയ്യാൻ അതിൻ്റെ സ്പീഡ് എത്രയാണ്, ടൈം ടു മേക്ക് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്, അത് ഒന്നാമത്തെ ഘടകമാണ്. രണ്ടാമത് എന്ന് പറയുന്നത് ഫേമിന് അതിൻ്റെ മാർക്കറ്റിലെ ചേഞ്ചസിനെ എത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളത്. ഹൗ ദ ഫേം വിൽ റിയാക്ട് ടു ചേഞ്ചസ് ഇൻ ദ മാർക്കറ്റ്. ഇങ്ങനെ രണ്ട് ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഈ സ്പീഡ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് നിൽക്കുന്നത്. അപ്പോൾ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ ആശ്രയിച്ച് നിൽക്കുന്നു. ഒന്ന്, ദ ടൈം ടു മേക്ക് ദ ന്യൂ ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു ഫേം അതിൻ്റെ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനിരിക്കുന്ന ടൈം, ഇൻസ്റ്റാൾ ന്യൂ ക്യാപിറ്റൽ എക്യുപ്മെൻറ്റ്, പുതിയൊരു ക്യാപിറ്റൽ എക്യുപ്മെൻറ്റ് ഇൻസ്റ്റാൾ ചെയ്യാനെടുക്കുന്ന ടൈം. രണ്ട്, ദ ഫേം വിൽ ഹൗ ഏബിൾ ദ ഫേം ക്യാൻ കാൽക്കുലേറ്റ് ദ ചേഞ്ചസ് ഇൻ ദ മാർക്കറ്റിലെ ചേഞ്ചസ് ഒരു ഫേമിന് കാൽക്കുലേറ്റ് ചെയ്യാൻ അതിനുള്ള എബിലിറ്റി, അതിൻ്റെ കഴിവ്. ഈ രണ്ട് കാര്യങ്ങൾ ആശ്രയിച്ചിട്ടാണ് ആ സ്പീഡ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് നിൽക്കുന്നത്. അവസാനമായിട്ട് ഒരു കാര്യം ഇവിടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ടാക്സസ് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ടാക്സസ്. അതുകൂടെ ഇതിൻ്റെ അഡീഷണൽ ആയിട്ട് നെർലവ് പറയുന്നുണ്ട്. ഹൗ ദ ടാക്സസ് വിൽ അഫക്റ്റ് ദീസ് അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോസസ്സ്. ടാക്സസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് രണ്ട് രീതിയിലുള്ള ടാക്സ് ആണുള്ളത്. ഒന്ന്, കോർപ്പറേറ്റ് ടാക്സ്. രണ്ടാമതായിട്ട് ദ ടാക്സസ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ക്രെഡിറ്റ്. ആദ്യത്തെ കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ടാക്സ് ഓൺ പ്രോഫിറ്റ് ആണ്. ഒരു ഫേമിൻ്റെ പ്രോഫിറ്റിൽ ചുമത്തുന്ന ടാക്സ് ആണ് അത്. അപ്പോൾ നമുക്കറിയാം പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്തിനെ ആശ്രയിച്ച് നിൽക്കുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഈ R/Pയും ഇത് തമ്മിലുള്ള ഡിഫറൻസിന് അതാണ് പ്രോഫിറ്റിനെ തീരുമാനിക്കുന്നത് പറഞ്ഞു. അപ്പോൾ അതിൽ കൂടുതൽ ടാക്സ് ഫേം ചുമത്തുകയാണെങ്കിൽ ഫേമിന് അത് ഒരു അഡീഷണൽ ഗവൺമെൻറ് ചുമത്തുകയാണെങ്കിൽ അഡീഷണൽ കോസ്റ്റ് കൂടി വരും. അപ്പോൾ ഇൻക്രീസ് ഇൻ കോർപ്പറേറ്റ് ടാക്സസ് വിൽ റെഡ്യൂസ് ദ സ്പീഡ് ഓഫ് ക്യാപിറ്റൽ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്. ക്യാപിറ്റൽ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ സ്പീഡ് അത് കുറയ്ക്കുന്നതിന് അത് കാരണമായിട്ട് തീരും കോർപ്പറേറ്റ് ടാക്സസ്. ഇനി രണ്ടാമത്തെ ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞതാണ് ടാക്സ് ഓൺ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ക്രെഡിറ്റ്. ഇവിടെ പറയുന്നത് എന്താണ്, ഫേം അതിൻ്റെ ഈ പ്രത്യേക രീതിയിലുള്ള ടാക്സാണ്. സാധാരണഗതിയിൽ അധികം അഡോപ്റ്റ് ചെയ്യാത്തൊരു ടാക്സ് സിസ്റ്റമാണത്, ടാക്സ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഫേം ഓരോ അഡീഷണൽ യൂണിറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാലും ആ അഡീഷണൽ യൂണിറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിന് ഫേമിന് ടാക്സ് ഇളവ് കിട്ടും. എന്ന് പറഞ്ഞാൽ ഒരു the firm will make the firm will get a tax credit for each additional unit of investment. അങ്ങനെയുള്ള അവസരത്തിൽ ഫേമിന് എന്താണ്, അത് അഡ്വാൻറ്റേജ് ആണ്. ഓരോ യൂണിറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും അങ്ങനെയുള്ളതിൽ ഇതാണ്. അപ്പോൾ ഫേം ഇവിടെ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള കേസിൽ താല്പര്യം പ്രകടിപ്പിക്കും. കാരണം എന്താണ്, ഫേമിന് അതൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ ഈ ക്യാപിറ്റൽ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ സ്പീഡ് വളരെ കൂടുതലായിരിക്കും. കാരണം ഓരോ യൂണിറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിനും ഫേമിന് ടാക്സ് ക്രെഡിറ്റ് കിട്ടും. അപ്പോൾ ആ ടാക്സ് ക്രെഡിറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഫേം വളരെ സ്പീഡായിട്ട് ഈ ക്യാപിറ്റൽ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോസസ്സ് പൂർത്തിയാക്കുകയും ചെയ്യും. അപ്പോൾ ക്യാപിറ്റൽ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ സ്പീഡിനെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ആ റേറ്റിനെ മാത്രമല്ല, ക്യാപിറ്റൽ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് വളരെ ഫാസ്റ്റ് ആയിരിക്കുകയും ചെയ്യും. മാത്രമല്ല പലപ്പോഴും അത്
ഈ ഈക്വിലിബ്രിയം അച്ചീവ് ചെയ്ത് അല്ലെങ്കിൽ ഫേമിനെ വളരെ പെട്ടെന്ന് തന്നെ അത് തമ്മിൽ ആ ഈക്വാലിറ്റി, കാരണം അതിന് പ്രോഫിറ്റ് കൂടുന്നതുകൊണ്ട് ആദ്യത്തത് പ്രോഫിറ്റിലാണ് ടാക്സ് ചുമത്തുന്നത്. രണ്ടാമത്തെ കേസിൽ എന്താണ്, ഓരോ അഡീഷണൽ യൂണിറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോഴും ഫേമിന് ടാക്സ് ഇളവ് കിട്ടുകയാണ്. ഇൻവെസ്റ്റ്മെൻറ്റിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള അവസരത്തിൽ ഫേം വളരെ പെട്ടെന്ന് തന്നെ, വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ക്യാപിറ്റൽ സ്റ്റോക്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി അത് ഔട്ട്പുട്ട് കൂട്ടുന്നതിന് കാരണമായിട്ട് തീരും. അപ്പോൾ അങ്ങനെയുള്ള അപൂർവം ചില കേസിലാണെങ്കിലും ചിലപ്പോൾ ഈ MPK കുറഞ്ഞിരുന്നാൽ തന്നെയും ഫേം ഒരു പക്ഷേ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലായിട്ട് നടത്തുകയും ചെയ്യും. അപ്പം ഇങ്ങനെയാണ് ഈ നെർലോവിൻ്റെ തിയറിയിൽ പറയുന്നത്. ഇതിനെയാണ് ക്യാപിറ്റൽ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് പ്രിൻസിപ്പിൾ എന്ന് നെർലോവ് പറയുന്നത്. താങ്ക് യു.